ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കൊക്കെ അറിയായിരിക്കാം. നമ്മുടെ സച്ചിയും ശ്രീകാന്തും സുധിയും ഒക്കെ ചേർന്ന് കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം കറി കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അസാധ്യമായ സ്വാദാടാ, സൂപ്പർ ആടാന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. നിന്നെ കൊണ്ട് മാത്രമേ ഇതുപോലെ നല്ല കറി ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞ ശേഷം കാണിക്കുന്നത് ഡൈനിങ് ടേബിളിലേക്ക് ഈ കറികളും എല്ലാവരും ചുട്ട ദോശയൊക്കെ എടുത്തുകൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അച്ചമ്മ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, അതെ വരട്ടെ, പെട്ടെന്ന് അങ്ങനെ കഴിച്ചു തീർത്തിട്ട് നിങ്ങൾ എല്ലാവരും ഈ ടേബിളിൽ നിന്ന് എണീറ്റ് പോകുമൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ കൊണ്ടെല്ലാം കഷ്ടപ്പെട്ട് ഈ ദോശ ചുടിപ്പിച്ചത് വേറെ ഒന്നിനുമല്ല. അല്ല, ശ്രീകാന്ത് കഴിക്കേണ്ടത് വർഷ ചുട്ട ദോശയാണ്, വർഷ കഴിക്കേണ്ടത് ശ്രീകാന്ത് ചുട്ട ദോശ. അങ്ങനെ ഭാര്യ ചുട്ട ദോശ ഭർത്താവും, ഭർത്താവ് ചുട്ട ദോശ ഭാര്യയുമാണ് കഴിക്കേണ്ടത്. അത് വെറുതെ കഴിച്ചാൽ പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി കൊടുക്കുക തന്നെ വേണമെന്ന്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് വല്ലാണ്ട് അങ്ങ് ത്രില്ലടിച്ചു കേട്ടോ. വർഷയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പൊ വർഷ പറഞ്ഞു, അയ്യോ മുത്തശ്ശി നല്ല സോറി, അച്ചമ്മ ഭയങ്കര റൊമാൻസ് ആണല്ലോ. അല്ല, ഈ റൊമാൻസ് ഒക്കെ അച്ചമ്മയ്ക്ക് എവിടെന്നാ കിട്ടിയത്? എനിക്ക് തോന്നുന്നത് മിക്കവാറും അച്ചമ്മയും അച്ചച്ചനും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരിക്കും അല്ലേ എന്ന്. അപ്പം അച്ചമ്മയ്ക്ക് ചെറിയ നാണമൊക്കെ വന്നിട്ട് അപ്പൊ അച്ചമ്മ പറഞ്ഞു, പിന്നെ ഞാൻ പ്രേമിക്കാനൊന്നും പോയില്ല, അദ്ദേഹം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു, എന്നിട്ട് എന്നെ വന്നിങ്ങനെ വീട്ടിൽ ചോദിച്ചു. പണ്ട് ഇങ്ങനെ പ്രേമമൊന്നും ഇല്ലായിരുന്നു, പ്രേമിക്കാനൊക്കെ പേടിയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ചോദിച്ചു, അങ്ങനെ വന്ന് കല്യാണം നടത്തിയതാ, അല്ലാതെ പ്രേമിച്ചു രണ്ടുപേർക്കും അങ്ങനെ പ്രേമമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു, അത് വൺ സൈഡ് പ്രേമോ ആ അച്ചമ്മയെ, വൺ സൈഡ് പ്രേമം എന്ന് പറഞ്ഞു. വൺ സൈഡ് പ്രേമോ? അപ്പൊ നമ്മുടെ വർഷ അതിനെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. വൺ സൈഡും ടു സൈഡ് ഒക്കെ ഉണ്ട്. അതെ, നമ്മൾ ഒരാളെ മാത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് വൺ സൈഡ് എന്ന്, രണ്ടുപേര് ഇഷ്ടപ്പെട്ട അതിന് ടു സൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, പിള്ളേരുടെ ഒരു കാര്യം, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, വന്നേ എല്ലാവരും ഭക്ഷണം കഴിച്ചേ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വിഷയത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റിയൊക്കെ വിടാണ് രവീന്ദ്രൻ കേട്ടോ. അപ്പൊ അച്ചമ്മ പറഞ്ഞു, എന്നാ പിന്നെ ആദ്യം ഇളയവരിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ശ്രീകാന്ത് വാരി കൊടുക്കുക വർഷയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷയ്ക്ക് വാരി കൊടുക്കുകയാണ് ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്ത് വാരി കൊടുക്കുന്നു, വർഷ വാരി കൊടുക്കുന്നു, പിന്നെ ശ്രുതി വാരി കൊടുക്കുന്നു, ശ്രുതി വാരി കൊടുക്കുന്നു, സച്ചി വാരി കൊടുക്കുന്നു, രേവതി വാരി കൊടുക്കുന്നു. അങ്ങനെ വലിയൊരു സന്തോഷ നിമിഷം കേട്ടോ. അപ്പൊ ഇതിനിടയിൽ വേറെ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ, നമ്മുടെ രവീന്ദ്രനും അതുപോലെ ചന്ദ്രമതി. അപ്പം അച്ചമ്മയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, രവീന്ദ്രനും ചന്ദ്രമതിയും കൂടെ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലോ, അവര് വഴക്കൊക്കെ അടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ വഴക്കൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഒരു ദോശ പ്ലാൻ ചെയ്തത് കേട്ടോ നമ്മുടെ അച്ചമ്മ. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുമ്പം അവരുടെ വഴക്കൊക്കെ അങ്ങ് മാറി കിട്ടുമല്ലോ. നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രമതിക്ക് വാരി കൊടുക്കും, ചന്ദ്രമതി രവീന്ദ്രന് വാരി കൊടുക്കും. അപ്പൊ അവിടെ ആ പ്രശ്നം ഒന്ന് സോൾവ് ആക്കാം എന്ന് കരുതിയിട്ടാണ് അച്ചമ്മ അതൊക്കെ ചെയ്തത്. പക്ഷേ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്, ഇപ്പം രവീന്ദ്രൻ വാരി കൊടുക്കുമായിരിക്കും, വാരി തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മാത്രമല്ല ചന്ദ്രമതി കയ്യിൽ ഇച്ചിരി ദോശയൊക്കെ എടുത്ത് ചമ്മന്തിയൊക്കെ മുക്കി ഇങ്ങനെ രവീന്ദ്രന് കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ നമ്മുടെ സച്ചിയും പറയുന്നുണ്ട്, ഞങ്ങൾ ഏതായാലും വാരിയൊക്കെ കൊടുത്തു, ഇനിയിപ്പൊ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ, ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഞാൻ എണീറ്റ് പോവുകയെന്നും പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. മൈൻഡ് പോലും ചെയ്തില്ല ചന്ദ്രനെ. ചന്ദ്രയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. ചന്ദ്രയാണെങ്കിൽ കയ്യിൽ കുറച്ച് ചോറല്ല സോറി ദോശയൊക്കെ ഇങ്ങനെ ചമ്മന്തിയിലൊക്കെ മുക്കി വെച്ചേക്കായിരുന്നു. അവിടെ ഏതായാലും മുത്തശ്ശിയുടെ പ്ലാൻ ഏറ്റില്ല. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് എണീറ്റൊക്കെ പോയി. അപ്പം നമ്മുടെ മുത്തശ്ശിയല്ല അച്ചമ്മ കേട്ടോ, സോറി, നമ്മുടെ അച്ചമ്മ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി വന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായിടി കള്ളി, നിന്റെ പ്ലാൻ എന്തായിരുന്നെന്ന്. ഞങ്ങളെ എല്ലാവരെയും ദോശ വാരിയൊന്നും കഴിപ്പിക്കലൊന്നും അല്ലായിരുന്നല്ലോ, മരുമോളും മോനും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ട്രിക്ക് അല്ലായിരുന്നോടി കൊച്ചു കള്ളി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെയായിരുന്നു, പക്ഷെ നടന്നില്ല മോനെ, ആ ട്രിക്ക് നടന്നില്ല. എന്ത് ചെയ്യാനാ, ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ രവീന്ദ്രൻ അവിടെ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. അതിന് നമുക്ക് വേറെ എന്തെങ്കിലും ട്രിക്ക് കണ്ടുപിടിക്കുക അച്ചമ്മേ, ഇനി ഒരുപാട് ട്രിക്കൊക്കെ കിടക്കുകയല്ലേ. ഈ അച്ചമ്മയുടെ കയ്യിലില്ലാത്ത വഴികൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പം അടുത്ത വഴി എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പം അടുത്ത ട്രിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചമ്മ തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ ഒരു സീൻ അങ്ങ് തീരാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധിയും ശ്രുതിയും നേരെ കടയിലൊക്കെ ചെന്നു. അങ്ങനെ നമ്മുടെ സുധി ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, തിരിയൊക്കെ കൊളുത്തി. നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരിക്കണം, ഇന്ന് നല്ല കച്ചവടം കിട്ടണം, നല്ല ലാഭം ഉണ്ടാകണം, ഒത്തിരി കസ്റ്റമേഴ്സ് വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പം ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഡോ എന്നൊരു വിളി കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഭഗവാൻ വിളിക്കുകയാണോ എന്ന് തോന്നിപ്പോയി നമ്മുടെ സുധിക്ക്. അപ്പം സുധി ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഡോ എന്ന് വീണ്ടും വിളി
ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സുധി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ ഒരു ചെറിയൊരു ലെറ്ററുമായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ലെറ്റർ ഇങ്ങനെ സുധിയുടെ നേരെ വെച്ച് നീട്ടി. അപ്പൊ സുധി ഇത് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത് പിടിക്കുക, ഇത് തനിക്കുള്ളത് എനിക്ക് ഒരാൾ തന്നു വിട്ടതാന്ന് പറയും. അപ്പോഴത്തേക്ക് സുധി അത് മേടിച്ചു. സുധി അത് മേടിച്ച ആ ഒരു ടൈം കൊണ്ട് ആ ലെറ്റർ കൊണ്ട് വന്ന ആളങ്ങ് പോയി കേട്ടോ. എന്നിട്ട് ആ ലെറ്റർ നമ്മുടെ സുധി വായിച്ചു നോക്കുകയാണ്. അപ്പൊ സുധി വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് തൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, താന് ഇപ്പം വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നുള്ളൊരു ഉള്ളൊരു ലെറ്ററാണ് കേട്ടോ ആ ഒരു അയാൾ കൊണ്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ലെറ്റർ കണ്ടതും നമ്മുടെ സുധി ഞെട്ടിപ്പോവാണ്, പേടിച്ച് വിറച്ചു പോകുന്നത്. അത് സുധിക്ക് ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സുധി ഇത് വെച്ച് വലിയ ടെൻഷൻ അടിച്ചു. അയ്യോ ഇനി എന്ത് ചെയ്യും, ആരാ എന്റെ കൂടെയുള്ള ആരാ എന്നെ ചതിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വല്ലാത്ത ടെൻഷൻ അടിക്കുകയാണ് സുധി. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരി മീരയും കൂടെ കയറി വരികയാണ്. അപ്പൊ രണ്ടുപേരും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സുധിയുടെ ഈ നിപ്പും എടുക്കലും ഒക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ ശ്രുതിക്ക് പെട്ടെന്ന് എന്തോ ഒരു പരിങ്ങിക്കളി ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ മീര ചോദിച്ചു, ഇത് മീരയ്ക്കും അറിയാമല്ലോ സുധീനെ. അപ്പൊ മീര ചോദിച്ചു, എന്ത് പറ്റടി, നിന്റെ കടക്കാരൻ എന്തോ പ്രശ്നമുണ്ടല്ലോ, ബിസിനസ്മാൻ എന്തോ പ്രശ്നമുണ്ടല്ലോ, ആകെപ്പാടെ ടെൻഷൻ ആണെന്ന് തോന്നുന്നല്ലോ, എന്ത് പറ്റിയെന്ന് വെച്ചപ്പോഴത്തേക്കും ബാ നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലാണ്. അങ്ങനെ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സുധി എന്ന് പറഞ്ഞ് ശ്രുതി വിളിച്ചതും സുധി ഒറ്റ ഞെട്ടി കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചത് എന്ത് പറ്റി സുധി, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറെ ഒന്നുമല്ല, എന്റെ പൊന്നു ശ്രുതി ഒരു പ്രശ്നമുണ്ട്, എനിക്കറിയില്ല ഇത് എന്താണെന്ന്, ഞാനൊന്നും അല്ല ഈ ലെറ്റർ ഇവിടെ എനിക്കൊന്നും അറിയത്തില്ല, ഈ ലെറ്റർ ഇവിടെ കൊണ്ടുവന്നതേ എന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കും, ഇത് കണ്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത്, നീ വായിച്ചു നോക്ക്, നീ വായിക്കുക എന്ന് പറഞ്ഞ് ഈ ലെറ്റർ കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ മീരയും ശ്രുതിയും കൂടെ ഒരുമിച്ചാണ് ഈ ലെറ്റർ വായിക്കുന്നത്. അങ്ങനെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, നിന്റെ കൂടത്തിലുള്ള ഒരാൾ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, കെണിയിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പൊ ഇത് വായിച്ചു നോക്കിയതും പെട്ടെന്ന് ക്ലിക്ക് ആകുന്നത് നമ്മുടെ ശ്രുതിക്ക. കാരണം ശ്രുതിയെക്കുറിച്ച് തന്നെ ഇത് എഴുതിയെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ഏതായാലും ഈ ലെറ്റർ അതേപടി നേരെ ശ്രുതിയുടെ കൈ കൊടുക്കുകയും ചെയ്തു. ശ്രുതി ഈ ലെറ്റർ മേടിച്ചിട്ട് അവിടെ ഏതോ ഒരു കസ്റ്റമർ വന്നപ്പോഴത്തേക്കും സ്റ്റാഫിനോടോ കട്ടിച്ചു പിടിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. കാരണം ഈ ഒരു ടെൻഷനും അല്ലാത്ത ടെൻഷനും ഒക്കെ ഇങ്ങനെ ആയിട്ട് ആ കസ്റ്റമറിനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം കിട്ടിയ പിന്നെ. കാരണം അവിടുത്തെ സ്റ്റാഫിനോട്, കാരണം ആ സ്റ്റാഫുകളിൽ ആരെങ്കിലും ആയിരിക്കാം നമ്മുടെ സുധീനെ പെടുത്താൻ പോകുന്നത്, ചതിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരു ചിന്തയാണ്. കാരണം സ്വന്തം ഭാര്യ ചതിക്കില്ലല്ലോ എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ അതല്ല, നമ്മുടെ ശ്രുതിക്ക് തോന്നുന്നത് അവിടെ നിന്ന് സ്റ്റാഫുകൾ ആരെങ്കിലും തന്നെ വഞ്ചിക്കുകയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് അവിടുത്തെ സ്റ്റാഫുകളോട് ഇങ്ങനെ തട്ടിക്കയറാൻ ചെല്ലുന്നു. അങ്ങനെ സ്റ്റാഫുകളും ഉണ്ടാവാൻ നിൽക്കുമോ, പണ്ടത്തെ സ്റ്റാഫുകളൊക്കെ വച്ചാനിച്ച് നിൽക്കുന്ന പോലെ ഇപ്പോഴത്തെ ആരും അങ്ങനെ നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെ സ്റ്റാഫുകളും എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി വന്ന് ഇടപെട്ടിട്ട്, ശ്രുതി എന്റെ പൊന്നു ശ്രുതിക്ക് എന്താ പറ്റിയത്, അല്ല ഇനി ഇവനാണോ ഇനി ഇത് ചതിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ പൊന്നു ശ്രുതി മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നതൊക്കെ മഞ്ഞായിട്ട് തോന്നത്തുള്ളൂ, അങ്ങനെ നോക്കരുത്, അങ്ങനെ കാണരുത്, നമുക്ക് ഏതായാലും അന്വേഷിക്കാം ആരെങ്കിലും ഉണ്ടോ എന്ന്. ചിലപ്പോൾ ഇത് ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ആയിരിക്കും, നിന്റെ ഏട്ടൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ നിന്നെ ടെൻഷൻ ആക്കാൻ വേണ്ടി, നിനക്ക് ഒരു ഇച്ചിരി കാര്യം കിട്ടാൻ നീ ടെൻഷൻ ആവുന്ന നിന്റെ ഏട്ടന് തന്നെ നന്നായിട്ട് അറിയാം, അപ്പൊ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ, ഏതായാലും എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ, അങ്ങനെ ആരെങ്കിലും എന്റെ പുറകെ ഉണ്ടെങ്കിൽ, എന്റെ ബിസിനസ് തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. എന്നിട്ട് ശ്രുതി അങ്ങ് മാറിപ്പോയിട്ടോ. ശ്രുതി അങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീരയാണെങ്കിൽ ശ്രുതിയോട് പറഞ്ഞു, എടി ആ ലെറ്റർ നീ ശ്രദ്ധിച്ചായിരുന്നോ, ആ ലെറ്റർ മിക്കവാറും ആ നവീൻ എഴുതി കൊടുത്തു വിട്ടത് തന്നെ ആയിരിക്കും. നവീനെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ശ്രുതിയുടെ ശത്രു. അപ്പൊ നവീൻ ദാസ്, അത് തന്നെ നവീൻ ദാസ് എഴുതി കൊടുത്ത് വിട്ടതായിരിക്കും, മിക്കവാറും നിന്നെ അയാൾ പിന്തുടരുന്നുണ്ട്, അപ്പൊ അതിനുവേണ്ടിയുള്ള ടെക്നിക്ക് എങ്ങാണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോടി, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്, എന്ത് ചെയ്യാനാ, എന്ത് പ്രശ്നം വന്നാലും നിനക്കാണല്ലോടി. സാധാരണ ഈ കോഴിക്കൂട്ടില്, അതായത് ഈ കോഴീനെ കൊല്ലാൻ വേണ്ടിയൊക്കെ ഇടുവല്ലേ, അപ്പൊ ഇങ്ങനെ അടുത്ത ഊഴം എന്റെയാണ്, അടുത്ത ഊഴം എന്തോ എന്റെ ആണെന്ന് പറഞ്ഞ് ഓരോ കോഴികൾ ഇങ്ങനെ കിടക്കല്ലേ, ആ ഒരവസ്ഥ ആയല്ലോടി നിന്റേത്, അടുത്ത ഊഴം എന്റെയാണ്, ഇനി എന്നെ ആയിരിക്കും പിടിക്കുന്നത് എന്നുള്ള ചിന്തയായിരിക്കുമല്ലോ ഇനി നിനക്ക്, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നു മീര നീ മിണ്ടാതിരിക്കുന്നുണ്ടോ, മനുഷ്യനെ പേടിപ്പിക്കാതെ, നീ എന്നത്തിന് ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ മീരയോട് തട്ടിക്കേറാണ് കേട്ടോ. അപ്പൊ ആ ഒരു സീനൊക്കെയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഇങ്ങനെ കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സച്ചി കിച്ചണിലേക്ക് കയറി വരികയാണ്. അങ്ങനെ സച്ചി കിച്ചണിലേക്ക് കയറി വന്ന് അവിടെ ഇരിക്കുന്ന ക്യാരറ്റ് ഒക്കെ എടുത്ത് കടിക്കുന്നു. അപ്പൊ സച്ചിക്ക് പെട്ടെന്ന് ഒരു കോൾ വരികയാണ്, വേറെ ആരുമല്ല മഹേഷാട്ടോ വിളിക്കുന്നത്. അപ്പൊ മഹേഷ് വിളിച്ചിട്ട് സച്ചിയോട് പറയുന്നു, എടാ വണ്ടി റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ തന്നെ നിനക്ക് കൊണ്ടുപോകാന്ന് പറയാണ്. അപ്പൊ ഇത് കേട്ടതും നമ്മുടെ സച്ചിയേട്ടാ ഞാൻ ഇപ്പൊ വരാടാ, എന്നാ ശരിയിടാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോ രവി ചോദിച്ചു, എന്താ സച്ചിയേട്ടാ, അത് പിന്നെ നമ്മുടെ വണ്ടി ശരിയായിട്ടുണ്ട്, അപ്പം വണ്ടി എടുക്കാൻ പോകണം, അപ്പൊ ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് സച്ചി വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ
ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഭയങ്കര വിഷമം അനുഭവിക്കുന്നുണ്ട്. ചന്ദ്രമതിക്കാണെങ്കിൽ ശ്വാസം മുട്ടാണോ എന്നൊന്നും അറിയില്ല. ആ ഒരു രീതിയിൽ ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല. നമ്മുടെ രവീന്ദ്രനൊട്ട് മിണ്ടുന്നുമില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അവിടെ അച്ചമ്മ ഉണ്ട് താനും. അച്ചമ്മ ഉള്ളത് കൊണ്ട് രേവതിയുടെ മെക്കിട്ട് കയറാനും പറ്റുന്നില്ലാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ അച്ചമ്മ വരുന്നുണ്ട്, രേവതിയോട് സംസാരിക്കുന്നുണ്ട്. മോൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മോൾ ഒരു കാര്യം ചെയ്യണം, ഇവിടെ എല്ലാവരും വെച്ചുണ്ടാക്കി കഴിച്ചോട്ടെ, മോള് മാത്രം ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മോൾ ഒറ്റയ്ക്ക് ഇവിടെ ഈ വീട്ടിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് മോളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലായിരുന്നു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മോള് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള പണികളൊന്നും മോള് ചെയ്യേണ്ട. നമുക്ക് പൂ വിൽക്കാൻ പോകണം, പൂ കെട്ടണം, അതിന്റെ ഇടയിൽ അടുക്കള പണി, ഇതെല്ലാം കൂടെ മോളെ കൊണ്ട് എങ്ങനെയാ പറ്റുന്നത്? മോൾ ആകെ തകർന്നു പോകും. മോൾക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ. നമ്മുടെ ക്ഷീണം അനുസരിച്ച് നമ്മുടെ മുഖത്തൊക്കെ പ്രായമൊക്കെ തോന്നിക്കും. അപ്പൊ അതുകൊണ്ട് മോള് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ ചെയ്താൽ മതി, ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ പണിയൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അതിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. നമ്മുടെ സച്ചിയാണ് വിളിക്കുന്നത്. രേവതി പെട്ടെന്ന് വാ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് വരണം, ഒരു സർപ്രൈസ് ഉണ്ട്, വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാവരെയും വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാണ്. അപ്പൊ രേവതി ഫോൺ കട്ട് ചെയ്തു. രേവതി ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ രവീന്ദ്രനോട് പറഞ്ഞു, ബാച്ച നമുക്ക് വെളിയിൽ വരെ ഒന്ന് പോകാം, അമ്മേനെ വിളിക്കാൻ പറയുന്നു. അപ്പം ചന്ദ്രമതി വന്നിട്ട് എങ്ങോട്ട് പോകാനാന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചേട്ടൻ കാറ് മേടിച്ചിട്ടുണ്ട്, പുതിയ കാറാന്ന് പറഞ്ഞപ്പോ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. പുതിയ കാറോ? അതെ, പുതിയ കാറാ. അന്നത്തെ കുറച്ച് പൈസ ഉണ്ടായിരുന്നല്ലോ, 2.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അതിലൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണോ, എന്നാ ബാ നമുക്ക് കാണാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ചന്ദ്രമതി അങ്ങോട്ട്, പിന്നെ ആ കാറ് കാണുന്നതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ, പിന്നെ വലിയ പ്ലെയിൻ മേടിച്ച പോലെ ആണല്ലോ ഇപ്പം കാറ് കാണാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ അതേടി പ്ലെയിൻ മേടിച്ച പോലെ തന്നെയാടി. എടി നിന്റെ മോന് വല്ലതും പറ്റിയിട്ടുണ്ടോ ഇതിന്? നീ ഒരു മോനെ 7 ഡിഗ്രി 10 ഡിഗ്രി എന്നൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അവനെ കൊണ്ട് സാധിക്കാത്ത അല്ലേടി സച്ചിനെ കൊണ്ട് സാധിച്ചേക്കുന്നത്. നീ പിന്നെ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ അച്ഛമ്മ നമ്മുടെ ചന്ദ്രനെയും വിളിച്ചുവിട്ടു. ഒക്കെ അങ്ങനെ എല്ലാവരും കൂടെ ആ കാറ് കാണാൻ വേണ്ടി ചെല്ലുന്നു. നമ്മുടെ രവീന്ദ്രനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കാറിന്റെ താക്കോല് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് രേവതിക്ക് മേടിക്കണം. അപ്പൊ സച്ചി അച്ഛമ്മയുടെ കൈ കൊടുത്തിട്ട് അച്ഛമ്മ അനുഗ്രഹിക്കണം, രേവതിക്ക് ഈ താക്കോല് കൊടുക്കണം എന്ന് പറഞ്ഞിങ്ങനെ അച്ഛമ്മയുടെ കയ്യിൽ താക്കോല് കൊടുക്കുന്നു, രേവതിക്ക് താക്കോല് അച്ഛമ്മ കൊടുക്കുന്നു. അങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ മാത്രമല്ല, നമ്മുടെ വർഷയും ശ്രീകാന്തും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ വർഷ പറയുന്നുണ്ട്, ഇനി ഒരുപാട് കാറൊക്കെ മേടിച്ച് വലിയൊരു എന്താ പറയാ ട്രാവലറൊക്കെ തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, വർഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ വർഷ ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുകയാണ്. പക്ഷേ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ചന്ദ്രയുടെ മുഖം കണ്ടാൽ നന്നായിട്ട് മനസ്സിലാകും. അത് നമ്മുടെ അച്ഛമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ചന്ദ്ര, നിന്റെ കുശുമ്പും കുന്നായ്മയും ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കും. നീ പ്രസവിച്ച നിന്റെ മോനല്ലേടി സച്ചി, അവൻ വളരുന്നതിൽ എന്തിനാടീ നീ അസൂയപ്പെടുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എങ്ങനെ ഇവളുടെ അസൂയയും കുശുമ്പും അവസാനിക്കാനാ? അത് ഇവക്ക് ജന്മനാൽ അങ്ങാണ്ട് കിട്ടിയതാ. പ്രായം ഇത്രയായി, പന്നിക്ക് പ്രായമാവുന്ന പോലെ ആയിട്ടും ഇവക്ക് എന്താ ഒരു മാറ്റവും ഇല്ല. ഇനിയിപ്പം ഇവളെ മാറ്റാനൊട്ട് പറ്റത്തുമില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, എന്നാ പിന്നെ അമ്പലത്തിൽ പോകണം, ആദ്യമായിട്ട് വണ്ടി എടുത്തല്ലേ, അപ്പൊ അമ്പലത്തിൽ പോകണം, അമ്പലത്തിൽ കൊണ്ടുപോയി ഒന്ന് പൂജിക്കണം, വണ്ടി ഒന്ന് പൂജിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, രവീന്ദ്രനെയും ചന്ദ്രനെയും കൂടെ കൊണ്ടുപോകാൻ പറയാം. ആര്? നമ്മുടെ അച്ഛമ്മ. കാരണം അവരെ അങ്ങ് ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേട്ടോ രവീന്ദ്രനെയും ചന്ദ്രനെയും. കാരണം അമ്പലത്തിൽ പോകുന്ന വഴിക്ക് അവരെ ഒരുമിച്ചിരിക്കുകയും യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയാ മനസ്സിലുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറി, വിരോധമൊക്കെ അങ്ങ് മാറി കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ചന്ദ്ര പറയുന്നത്, എന്നാ പിന്നെ ചന്ദ്രയല്ല രവീന്ദ്രൻ പറയുന്നത്, എന്നാ പിന്നെ വർഷയും ശ്രീകാന്തും ചുമ്മാ ഇരിക്കല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാന്ന്. അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, അതെന്നത്തിനാ വേണ്ട, വർഷയും ശ്രീകാന്തും പോകണ്ട, രേവതി പോയാൽ മതി, രേവതിയും അതുപോലെ രവീന്ദ്രനും ചന്ദ്രയും പോയാൽ മതി, സച്ചിയും പോയാൽ മതി, വേറെ ആരും കൂടെ പോകണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്കും തന്നെ ഇവർക്ക് ട്രിക്ക് പിടികിട്ടി, നമ്മുടെ രവീന്ദ്രനെയും ചന്ദ്രനെയും ഒന്നിപ്പിക്കാനുള്ള ചെറിയൊരു കളിയാണെന്ന് കേട്ടോ. അപ്പൊ ഏകദേശം നാളത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാലൻസ് ആട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പം അതാരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടോളൂ, അടിപൊളി വിശേഷമൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ അലീനയുടെ കഥയും ഇടുന്നുണ്ട്. അലീനയുടെ ഫുൾ വിശേഷം ഒരു 7:45 ആകുമ്പോഴത്തേക്കും, 8 മണിക്കും 7:45 ഇടയ്ക്കാണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്രമോ വിശേഷം എന്നൊരു 8 മണിക്കും, അതായത് വൈകിട്ട് രാത്രി നമ്മുടെ പ്രമോ കിട്ടുമല്ലേ, അലീനയുടെ കഥയുടെ പ്രമോ വന്നതിന് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.